ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാറുണ്ടായി. പള്ളിയിൽ താമസിച്ച് വരുന്നവന് ദാരിദ്ര്യമുണ്ടാവും, പള്ളിയിൽ നിന്ന് ആദ്യം ഇറങ്ങിപ്പോകുന്നത് ദാരിദ്ര്യമുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ പുരോഹിതൻ ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട്, ദാരിദ്ര്യമുണ്ടാവും, സമ്പത്തുണ്ടാവാതിരിക്കാനുള്ള. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുകേഷ് അംബാനിയൊക്കെ ഏത് പള്ളിയിലാണ് താമസിച്ച് പോയത്, ഏത് പള്ളിയിലാണ് നേരത്തെ ഇറങ്ങിയത് എന്നുള്ള ചോദ്യമൊക്കെ ഇവിടെ വളരെ പ്രസക്തമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഞാൻ ലൈവ് ഇട്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായി. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇതിന് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, സാമ്പത്തികമായിട്ട് നമുക്ക് ഉന്നതി ഉണ്ടാക്കാൻ ആകർഷണ നിയമവും മതവുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് ആകർഷണ നിയമവും മതത്തിൻ്റെ വിധികളും തമ്മിൽ ബന്ധങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും പുരോഹിതന്മാർ ആ ഒരു വഴിക്ക് സഞ്ചരിക്കുന്നവരല്ല എന്നുള്ള സത്യം ആദ്യം തന്നെ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാക്കി തരാൻ ഒരിക്കലും പുരോഹിതന്മാർക്ക് കഴിയില്ല. പുരോഹിതന്മാരുടെ ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു 7,000 മുതൽ 12,000 വരെയൊക്കെയാണ്. ആ ശമ്പളം വാങ്ങിച്ച് നിൽക്കുന്ന അവർ, എന്നും പള്ളിയിൽ തന്നെ കിടന്നുറങ്ങുന്ന അവർ, പള്ളി പോകാത്തത് കൊണ്ടല്ല അവർക്ക് ആ ഒരു ദാരിദ്ര്യം അനുഭവപ്പെടുന്നത്. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ കുറവ് കാരണം തന്നെയാണ് എന്നുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒരു ആടിനെ വാങ്ങി വളർത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾ തൊട്ടടുത്തുള്ള മാരുതിയുടെ ഷോറൂമിൽ പോയി ആടിന് വില ചോദിക്കുമോ? അല്ലെങ്കിൽ ആടിനെ വാങ്ങിച്ചാൽ ലാഭകരമാണോ എന്ന് അവരുടെ അടുത്തായിരിക്കുമോ ചോദിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലാണ് അറിവ് വേണ്ടതെങ്കിൽ ആ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള, അല്ലെങ്കിൽ ആ മേഖലയിൽ മികച്ചു നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഉപദേശം തേടുന്നതായിരിക്കും നല്ലത്. ഒരു പണ്ഡിതനോട് ഉപദേശം തേടുകയാണെങ്കിൽ അത് ഒരു പരാജയം തന്നെയായിരിക്കും. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട്, ദൈവം നേരിട്ട് കൈകടത്തി ഇടപെടുന്ന ഒരു സംഭവങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം തന്നെ പലരും ചോദിക്കാനുള്ള കാരണം ദൈവം കൈകടത്തി ഇവിടെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പം ബദർ യുദ്ധമൊക്കെ നടന്നത് 313 പേര് പോയി ഒരുപാട് ആളുകളോട് യുദ്ധം ചെയ്ത്, ആയിരക്കണക്കിനാകുന്ന ആളുകളോട് യുദ്ധം ചെയ്ത് ജയിച്ചത്. അപ്പോൾ ഈ യുദ്ധം ചെയ്തിട്ടാണ് ജയിച്ചത്, അല്ല ദൈവം നേരിട്ട് അവിടെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാഭാരത യുദ്ധത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ ദൈവത്തിൻ്റെ അവതാരമായിട്ട് അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അവിടെ മാജിക്ക് കാണിക്കുകയല്ല ചെയ്തത്, യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ട് വിജയം കൈവരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, ആ നിയമത്തിന് അനുസൃതമായിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യത്തെ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പല വീഡിയോയിലും നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. കാട്ടിൽ ജനിച്ചു വീഴുന്ന മാൻകൂട്ടങ്ങൾക്കിടയിൽ ഒരു മാൻകുട്ടി വികലാംഗമായിട്ടാണ് ജനിക്കുന്നത് എങ്കിൽ, അതിന് അംഗവൈകല്യമുണ്ട് എങ്കിൽ അതിൻ്റെ വിധി എന്ന് പറയുന്നത് മറ്റ് ജീവികളുടെ ആഹാരമായി മാറുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവിടെ ഒരു അത്ഭുത ശക്തികൾ വന്ന് അതിനെ രക്ഷപ്പെടുത്തുന്നില്ല. അതിന് അവിടെ നിന്ന് എണ്ണിച്ച് ഓടാനുള്ള കഴിവുണ്ടാകുന്നത് വരെ അത് അതിൻ്റെ അപകടനില തരണം ചെയ്യുന്നില്ല എന്നുള്ള സത്യമാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു വ്യക്തി ആഗ്രഹിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നത് കാരണമായിട്ട് ആകർഷണ നിയമം പ്രാവർത്തികമാകില്ല. അതിനോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുകയും കൂടെ വേണം. അതായത് ഒരു റൂമിനകത്ത് ഇരിക്കുന്ന ഒരാൾ സൂര്യനെ കാണണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് പറയാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആ റൂമിനകത്ത് നിന്ന്, ആ ഇരുട്ടുള്ള റൂമിനകത്ത് നിന്ന് ഇറങ്ങി വെളിയിൽ വന്ന് മേലോട്ട് നോക്കിയാൽ സൂര്യനെ കാണാം. എവിടെയെങ്കിലും കയറി ഒളിച്ചിരുന്നുകൊണ്ട് നമ്മൾ സാധ്യതകളെ തേടല്ലേ? നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒന്നും സഫലമാകാൻ പോകുന്നില്ല. നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പലതും കണ്ടെത്താൻ സാധിക്കും. ആ മേഖലയിലേക്ക് നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് ഒപ്പിക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ ഓരോ സ്റ്റേജിലൊക്കെ കയറിയിരുന്ന് മുതലക്കണ്ണീരും കാണിച്ചുകൊണ്ട് നിങ്ങളടുത്ത് മതപ്രഭാഷണം നടത്തുമ്പോൾ കയ്യിലും കരുത്തിലും കിടക്കുന്ന നിങ്ങൾ ഊരി കൊടുക്കുമ്പോൾ പണ്ഡിതന്മാർ പണക്കാരനാവുന്നുണ്ട്. അല്ലാതെ നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ കാരണമായിട്ട് ഇവിടെ ആർക്കും യാതൊരു അഭിവൃദ്ധി ഉണ്ടാവത്തില്ല എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുണ്ട്, നമുക്ക് വേണ്ടതല്ല ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ അതിനെ തേടി ഇറങ്ങാൻ തയ്യാറാവുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വയ്ക്കുക. സാമ്പത്തിക ഉയർച്ച ഒരു വ്യക്തിക്കുണ്ടാകണമെങ്കിൽ സമ്പത്തിന് സംബന്ധമായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഓരോ വ്യക്തിയും പഠിച്ചാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാവത്തില്ല. നമുക്ക് എത്ര തന്നെ വരുമാനമുണ്ടെങ്കിലും, എത്ര തന്നെ കുറഞ്ഞ വരുമാനമുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായും സമ്പന്നനാകാൻ സാധിക്കുന്നതാണ്. അതിന് സമ്പത്തിൻ്റേതായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. സമ്പത്തിൻ്റേതായിട്ടുള്ള നിയമം അറിയാവുന്ന ഒരാളുടെ കയ്യിൽ മാത്രമേ സമ്പത്ത് എല്ലാ കാലവും നിലനിൽക്കുകയുള്ളൂ. അല്ല എങ്കിൽ എത്ര തന്നെ സമ്പാദിച്ചാലും അത് കല്ലിലടിച്ച പൂക്കുല പോലെ ചിതറി പല വഴിക്കായിട്ട് പോകും. നിയമം അറിയാവുന്നവരുടെ കൈകളിലേക്ക് അത് വളരെ വേഗം എത്തിച്ചേരുകയും ചെയ്യും. സമ്പത്തിന് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോയെക്കുറിച്ച് പഠിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇട്ടത്. കാരണം വീഡിയോ ഇടാനുള്ള സമയം സാവകാശമില്ല, ജോലി തിരക്കാണ്. അതിൻ്റെ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ ഒരു ദിവസം പനി പിടിച്ച് വീട്ടിൽ കിടന്നപ്പോഴാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറും. നന്ദി.